ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു അടിപൊളി എന്നൊക്കെ പറയാൻ ആഗ്രഹിച്ച് പറയാൻ പറ്റാതെ പോയ ഒരു സിനിമയാണ്. പടത്തിന്റെ പേര് ആനന്ദപുരം ഡയറീസ്. ആനന്ദപുരത്തെ കോളേജിലാണ് കഥ നടക്കുന്നത്. അവിടേക്ക് നമ്മുടെ നായിക നന്ദിനി കടന്നു വരികയാണ്. ആദ്യ വരവിൽ തന്നെ റാഗ് ചെയ്യാൻ നിൽക്കുന്ന സീനിയേഴ്സിന് മുന്നിൽ പട്ടി ഷോ ഇറക്കുകയാണ് നമ്മുടെ നായിക. ഞാൻ പാടിയ മതിയോ? വരുന്നിതാ വരുന്നിതാ കുരുത്തിടും കരുത്തുമായി പടക്കളം നടുക്കുവാൻ ഒടുക്കവും കുറിക്കുവാൻ. എന്റെ രോമം എഴുന്നേറ്റ് നിന്ന് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. എതിർത്തിടുന്നതേതുമേ ചിരിച്ചു ഞങ്ങൾ നേരിടും, ജയിച്ചു ഞങ്ങൾ നേരിടും. നന്ദിനി ചേച്ചി കാണിച്ച പോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കോളേജിൽ റാഗ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നേരെ മറ്റേ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിന്റെ കവിതയൊക്കെ പാടിയാൽ മതി, അവര് നിങ്ങളെ വെറുതെ വിടും. വരുന്നിതാ വരുന്നിതാ. അറിയാലോ, CRPC-യിലെ പറ്റി പറഞ്ഞിരിക്കുന്നു. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, സിനിമ മാറിപ്പോയെന്നും താൻ അറിഞ്ഞില്ലേ? ചിരിച്ചു ഞങ്ങൾ നേരിടും, ജയിച്ചു ഞങ്ങൾ നേരിടും. A few moments later. ഇങ്ങനെ തോന്നുമ്പോ ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റുമോ? ഉസ്മാനിക്കയുടെ നെയ്യപ്പം ഈ ക്യാമ്പസിൽ വളരെ ഫേമസ് ആണ്. ക്യാന്റീനിൽ മാസ് കാണിക്കാൻ വന്ന ഏതോ സീനിയർ ചേട്ടനെ നന്ദിനിയുടെ പഴയ ചരിത്രങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചു വിടുകയാണ് നമ്മുടെ ഉസ്മാനിക്ക. കൊറേ കാലം ഇവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അധികം ഒലത്താൻ വരല്ലേ. ഈ കൊച്ചുകൂടത്തെ സീനിയറാ, ഈ കൊച്ചുകൂടത്തെ ചെയർമാനായിരുന്നു. ഇനി കണവുണ വർത്താനം പറഞ്ഞ് കൊച്ചിന്റെ അടി മേടിച്ച് പല്ല് കളഞ്ഞ് എന്റെ കസേര ചോട്ടി ചെടുപറ്റിക്കാതെ ഇറങ്ങി പോകാർക്കാ. കോമഡി എന്താന്ന് വെച്ചാ ഇത് കേട്ടിട്ട് ഇയാള് പേടിച്ചു പോയിത്രേ. ആരുടെ പല്ല് പോണെന്ന് തനിക്ക് കാണിച്ചു തരാം. ഇവന്റെ വരവൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ ക്യാമ്പസത്തെ അർജുൻ റെഡ്ഡി ആയിരിക്കും ഇയാളെന്ന്. ഇതിപ്പോ അർജുൻ റെഡ്ഡി പോയിട്ട് അർജുന്റെ ഷെഡ്ഡി ആവാനുള്ള യോഗ്യത കൂടി ഇല്ല. ഇനി കണവുണ വർത്താനം പറഞ്ഞ് കൊച്ചിന്റെ അടി മേടിച്ച് പല്ല് കളഞ്ഞ് എന്റെ കസേര ചോട്ടി ചെടുപറ്റിക്കാതെ ഇറങ്ങി പോകാർക്കാ. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഇവനെ പണ്ടൊരു ജൂനിയർ ഇവിടെ ചെലവെള്ളത്തിൽ അറിയോ? ഇതെന്തൊക്കെയാണ് ഈ ഉസ്മാനിക്ക പറയണത്? ഒന്ന് മെല്ലെ പറയേ, ഒരു ധൃതി ഇല്ല, ഒന്ന് മനസ്സിലാവണില്ലേക്ക്, അതുകൊണ്ടാ. ഇവനെ പണ്ടൊരു ജൂനിയർ ഇവിടെ ചെലവെള്ളത്തിൽ അറിയോ? നീ എന്തൊക്കെയുണ്ടായി പറയണ പന്നി? അല്ല, ഇയാളുടെ കടയിൽ ഈ നെയ്യപ്പല്ലാണ്ട് വേറൊന്നും തിന്നാൻ കിട്ടില്ലേ? അല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അതിപ്പോ ചായ നെയ്യപ്പുണ്ട്. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ നെയ്യപ്പും ചായ ഉണ്ട്. ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? പഞ്ചമിരാവിൻ പൂന്തിങ്കൾ നെഞ്ചിലെ വാനിൽ പൂക്കുമ്പോൾ. എടാ പിന്നെ എവിടെ നോക്കിട്ടാ വായിക്കണേ? ഗിറ്റാറിൽ ശ്രദ്ധിക്ക്. നിനക്കെന്താടാ വയ്യേ? കോളേജിലെ നെയ്യപ്പം കാണിച്ചു, ബാൻഡ് കാണിച്ചു, പക്ഷെ ഇവിടെ പഠിപ്പിക്കണത് മാത്രം ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. എനിക്കൊരു 10,000 രൂപ വേണമായിരുന്നു. എനിക്ക് ഗിറ്റാർ വായിക്കാൻ അറിയില്ല എന്ന് ആദ്യം പറഞ്ഞപ്പം ഞാൻ അത് പൊട്ടിച്ചു കളഞ്ഞു. ഇയാൾക്ക് ഗിറ്റാർ വായിക്കാൻ അറിയില്ലെങ്കിൽ അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. അതെ, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. നല്ല കുടുംബം. അപ്പോഴാണ് കോളേജിലേക്ക് കിടക്കപ്പായെന്ന് എണീറ്റ് വന്ന പോലെ ബെഡ്ഷീറ്റ് ഒക്കെ കഴുത്തിൽ ചുറ്റിക്കെട്ടി ഏതോ ഒരുത്തൻ കെട്ടിയെടുക്കുന്നത്. ഇതെന്ത് കോലാടോ ഇത്? പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ. A few moments later. Can a teacher hit a student? ஒரு மாணவனை ஒரு ஆசிரியர் நல்ல எண்ணத்தோட அடித்தால் அது சட்டப்படி குற்றமில்லைன்னு ஏதாவது ஒரு நீதிமன்றத்தால சொல்ல முடியுமா? അതൊക്കെ ശരി, പക്ഷെ ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ? Truth is the soul of justice and justice is the sole aim of the courts. It is for the courts to see justice and the entire legal system collapses. Yeah. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇയാള് പുതപ്പൊക്കെ ചുറ്റി വരുന്നത് കണ്ടു, പിന്നെ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു, ഇപ്പൊ ഇയാള് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആരയാള്? എന്തെവിടെ നടക്കണത്? സത്യത്തിൽ ഇതൊക്കെ സ്ക്രിപ്റ്റിലുള്ളതാണോ? അല്ല, ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടോ? അതാദ്യം ചോദിക്കട്ടെ. പഞ്ചമിരാവിൻ പൂന്തിങ്കൾ. ഇത് ഇനിയും കഴിഞ്ഞില്ലേ? പഞ്ചമിരാവിൻ പൂന്തിങ്കൾ നെഞ്ചിലെ വാനിൽ പൂക്കുമ്പോൾ. അവള് തെറ്റിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? നീയാണ് ധരിക്കുന്നത്, അവളല്ല. ഈ പാട്ടിന്റെ 2 വരി പാടിക്കഴിഞ്ഞാ അപ്പ അടിയാണ്. ഇത് എന്തെങ്കിലും ഒന്ന് മൊത്തം പാടി കേൾക്കാൻ പറ്റുമോ? ഉറപ്പില്ലടാ. ഇവളെ നോമിനേഷൻ ഫോമില്ലേ, അതാ ഹരി ഇന്നലെ കോളേജിൽ വെച്ച് കീറിക്കളഞ്ഞതിന്റെ വിഷമത്തിലാ ഇവള്. ആരാ ഈ ഹരി? നമ്മളെ പോൾസാറിന്റെ ബർത്ത്ഡേ ആണിന്ന്. ആരാണ് ഈ പോൾ സാർ? ഈ മെട്രോ പോലെ പോണ കഥയില് ഹരി ആരാ, പോൾ ആരാ? എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് പറ.
നമ്മുടെ കഴുത്തിൽ പുതപ്പ് ചുറ്റി വന്നവനാണ് പോൾ സാർ. സർ ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ ആരെങ്കിലും വേണ്ടേ? വേണ്ട. കാൻഡിഡേറ്റ്സ് ചെയർമാൻ ആദിത്യൻ. A few moments later. ഇതെന്താ നഴ്സറി സ്കൂളാ? എന്താ ബാക്കി എണ്ണ അറിയില്ലേ? ഈ എലക്ഷൻ നടന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. അപ്പോഴേക്കും നന്ദിനിയുടെ ടീമിലുള്ള ഏതോ ഒരു ആദിത്യൻ ജയിച്ചു. ഇവൻ ജയിച്ചത് കൊണ്ട് ഒരു ഡാൻസ്. വന്ന് പോടോ. ആദിത്യനെ പെണ്ണ് കേസിൽ പോലീസ് പിടിച്ചു. ഏതാ പെണ്ണ്, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അത് ഇവരുടെ തന്നെ പോയി ചോദിക്കണം. ഇതൊരു ലോ കോളേജാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാവണം. തനിക്കും ഉണ്ടാവണം. ഇവിടെ പഠിപ്പിക്കണതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കോളേജാണ് പോലും. ചിലപ്പോൾ നാളെ നമ്മളെ പോലെ ഒരുപക്ഷെ അങ്ങയുടെ സ്ഥാനത്തോ ഇരിക്കേണ്ട ഇയാൾ നാളെ മാറിയേക്കാവുന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ജയിലിൽ കിടന്ന് ജീവിതം നഷ്ടപ്പെട്ടാൽ ആരാണ് സാർ ഉത്തരവാദി? എന്തായാലും ആദിത്യന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ നന്ദിനിയാണ് ഈ പാട്ട് പാടുന്നത്. കോമഡി എന്താന്ന് വെച്ചാ നന്ദിനി പാടുമ്പോഴും നമ്മൾ നേരത്തെ കേട്ട അതേ ശബ്ദം തന്നെയാണ് പുറത്തോട്ട് വരുന്നത്. ഇന്നെങ്കിലും ഇത് മൊത്തം പാടാൻ പറ്റുമോ? പടം തുടങ്ങുമ്പോ തൊട്ട് കേൾക്കണതാണ് ഈ രണ്ടുപേരി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ പാട്ട് തട്ടിക്കൂട്ടി സ്റ്റേജിൽ കയറി. ദേശഭക്തിഗാനം പോലത്തെ ഈ പാട്ട് കേട്ടിട്ട് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുത്തനാണെങ്കിൽ ഗിറ്റാർ നെഞ്ചിൽ ഒട്ടിച്ചു വെച്ചൊക്കെ തോന്നുന്നു. ആരേലും ഒന്നും ഇത് പറഞ്ഞു നിർത്തറ, ഭ്രാന്തെടുക്കുന്നു. പക്ഷെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ആരോ നമ്മുടെ നന്ദിനിയെ വെടിവെച്ചിട്ടു. ഉള്ളത് പറയാലോ, നല്ല ഐശ്വര്യമുള്ള പാട്ട്. അങ്ങനെ വെടികൊണ്ട നന്ദിനി ഗുരുതരാവസ്ഥയിൽ ICUലായി. അവിടേക്ക് നെയ്യപ്പം കൊണ്ട് വരികയാണ് നമ്മുടെ ഹംസക്ക, അല്ല ഉസ്മാനിക്ക. തുടക്കത്തിൽ കണ്ടതാണ് ഇയാളൊക്കെ, പേരൊക്കെ മറന്നുപോയി. എടോ ഇതൊക്കെ ചെലവാവും, നമുക്ക് ആരുടെയും മണ്ടയ്ക്ക് വെക്കാ. പൈസക്ക് ഇത്ര ആർത്തിയോ? ഒരാൾ ചാവാൻ കിടക്കുമ്പോഴാണ് അയാളുടെ നെയ്യപ്പം വിക്കല്. അമ്മ 2 അപ്പം കൊടുത്തു കയ്യിൽ എൻമണി കുട്ടന് തിന്നാൻ. എന്റെ ഒരു സന്തോഷത്തിന് കണ്ടില്ലേ, ആർക്കും വേണ്ട അയാളുടെ നെയ്യപ്പം. ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആരും ചാവൂല, അതെന്റെ ഉറപ്പ്. വേണ്ട ഏട്ടാ വേണ്ട, ICU ഫുള്ളാണ്. അതാരും തിന്നാത്തോണ്ട് നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് കഴിച്ചൂടെ? മനുഷ്യന്മാരെ കൊല്ലാനായിട്ടൊരു സാധനം വന്നേക്കണം. ഇനിയിപ്പൊ ഞാൻ തന്നെ തിന്നാ. എടോ തനിക്കിത് തിന്നണമെങ്കിൽ ആ കോളേജിൽ എവിടെയെങ്കിലും പോയിരുന്നു മുടങ്ങിയ പോരെ. ഇത് അതും തൂക്കി പിടിച്ചോണ്ട് ICUവിന്റെ ഉമ്മർത്ത് വന്നിട്ട് അയാളുടെ ഒരു ഷോ. വെറുതെ ചിരിപ്പിക്കരുത്. ഈ സീനൊക്കെ സീരിയസ് ആയിട്ട് വെച്ചതാണോ? അല്ല ചോയ്ക്ക്. അങ്ങനെ നന്ദിനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അയ്യോ നെയ്യപ്പം മൊത്തം ഞാൻ തിന്നല്ലോ, ഇനിയിപ്പോ എന്താ എന്റെ കുട്ടിക്ക് കൊടുക്കുക? അങ്ങനെ ആദിത്യൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. നന്ദിനിയാണ് അയാളെ പുറത്തിറക്കിയത്. അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ വന്നു. അവിടെയാണ് ട്വിസ്റ്റ്. നന്ദിനിയെ വെടിവെച്ചത് എബിനാണ്. ഇനി അവൻ ഇമോഷണൽ ആയിട്ട് കുറ്റസമ്മതം നടത്തുന്ന സീൻ നിങ്ങൾക്കൊന്ന് കാണണ്ടേ? എന്താ കാണണ്ടേന്ന്? കാണണം. അങ്ങനെ ഞാൻ മാത്രം അനുഭവിച്ച പോരല്ലോ. നമുക്കിനി ഇതിന്റെ ബാക്കി കൂടി കണ്ടാലോ? വേണ്ട വേണ്ട വേണ്ട, ഇത് തന്നെ ധാരാളം. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ആദ്യത്തെ കാരണമാണ് ഞാൻ വിചാരിച്ചു പോയി. റബേക്ക, ചെയർമാൻ സ്ഥാനം, ക്രിക്കറ്റ് ക്യാപ്റ്റൻസി. ഇവനിപ്പോ ഛർദിക്കോ? എന്തച്ഛനമ്മയാണ് നിങ്ങള്? അങ്ങനെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയ എബിനോട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. സത്യമേവ ജയതേ. ലാസ്റ്റ് അങ്ങോട്ട് ദേശസ്നേഹം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അതുവരെയൊക്കെ ആരെങ്കിലും തിയേറ്ററിൽ ഇരിക്കണ്ടേ? അവിയലുണ്ടാക്കാൻ നോക്കിയിട്ട് അടി പിടിച്ച പോലത്തെ ഒരു സിനിമ. അങ്ങനെ എല്ലാവരും സത്യമേവ ജയതേ ഏറ്റുപാടുകയാണ്. പക്ഷെ നമ്മുടെ ഉസ്മാനിക്കനെ മാത്രം കാണാനില്ല. അയാള് ചിലപ്പോ അപ്പത്തിന് മാവ് കുഴക്കുകയായിരിക്കും. ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ നെയ്യപ്പത്തിന് മാവ് കുഴയ്ക്കും. എതിർത്തിടുന്നതേതുമേ ചിരിച്ചു ഞങ്ങൾ നേരിടും, ജയിച്ചു ഞങ്ങൾ നേരിടും.